രാജാവിന് സർവാധികാരമുണ്ട്. രാജാവിൻ്റെ അധികാരത്തിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നിയാൽ ശിക്ഷാ നടപടി സ്വയം കൈകൊണ്ടെടുക്കും. രാജാക്കന്മാരൊക്കെ നല്ല കളരിപ്പയറ്റുകാരാണ്. വാളും കൊണ്ടാണല്ലോ അവിടെ നടക്കുക. ഇവിടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞ മാർക്കറ്റിൻ്റെ ആ ഭാഗത്ത് കൊച്ചി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ശക്തൻ തമ്പുരാൻ്റെ ഒരു പ്രതിമയുണ്ട് അവിടെ. ആ പ്രതിമ വാളോട് കൂടിയിട്ടുള്ള പ്രതിമയാണ്. ശക്തൻ തമ്പുരാനെ പറ്റി ഒരു കഥ പറയും. എന്താ അത്? അദ്ദേഹം കൊച്ചിയിലായിരുന്നു. കൊച്ചി എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിലായിരുന്നു. ആ സമയത്ത് ഇവിടെ തൃശ്ശൂരിലുള്ള ശിവക്ഷേത്രം ഉണ്ടല്ലോ, ദക്ഷിണ കാശി എന്ന് പറയാവുന്ന തരത്തിലുള്ള ശിവക്ഷേത്രം, വടക്കുനാഥൻ. അതിന് ചുറ്റും കാടാണ്, വൻ കാട്. പഴയ കാലത്ത് നാട് കടത്തൽ തെക്കേ ഗോപുരം തുറന്നങ്ങോട്ട് വിടുകയാണത്രേ പതിവ്. അത്ര വലിയ കാടാണ്. പിന്നെ ആൾ തിരിച്ചു വരില്ല. ആ കാടിൻ്റെ ചുറ്റുമാണ് ഇവിടെ നഗരമുള്ളത്. അപ്പോൾ ആ നഗരത്തിൽ പലതരത്തിലും തിക്കും തിരക്കുമായി ആ കാടൊരു തടസ്സമായി. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് നിവേദനം ഒക്കെ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ തൃശ്ശൂർ താമസിക്കാൻ വരുന്ന കാലത്ത് നോക്കാം, അപ്പം എന്നോട് പ്രത്യേകിച്ച് പറയുമെന്ന്. അദ്ദേഹം അടുത്ത തവണ ഇവിടെ പാലസിൽ വന്ന് താമസം തുടങ്ങിയ സമയത്ത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു അത്രേ, വെട്ടി വെളുപ്പിക്കുക. അവിടെ ഒരു കസേരയും കൊണ്ടുപോയി അവിടെ ഇട്ടു. എന്നിട്ട് വെട്ടി വെളുപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ വെട്ടി വെളുപ്പിക്കുന്ന സമയത്ത് ഒരു വെളിച്ചപ്പാട് ആവേശത്തോടു കൂടി തള്ളി വന്ന്, എൻ്റെ ജടയാണത്, തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു അത്രേ. എന്നിട്ട് താൻ ആവേശത്തിലാണ് പറയണത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാവും. അങ്ങനെയാണ് അവർ സാധാരണ ചെയ്യാറുള്ളത്. വാളുകൊണ്ട് തലയിൽ 2 വെട്ടുവെട്ടിയത്ര അദ്ദേഹത്തിൻ്റെ തന്നെ. അപ്പോൾ ശക്തൻ തമ്പുരാൻ അവിടെ ഇരുന്നിട്ട് പറയുകയാണ് കസേരയിലിരുന്ന്, ഏയ്, കോമരത്തിൻ്റെ വാളിന് മൂർച്ചയില്ല, മൂർച്ചയുള്ള വാൾ എൻ്റെ കയ്യിലുണ്ട് എന്ന്. എന്നിട്ട് കഴുത്തൊരു വെട്ടി. ഇത് വെട്ടിക്കഴിഞ്ഞ് തൃപ്പൂണിത്തുറയ്ക്ക് മടങ്ങിപ്പോയപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഉണ്ണി നീ എന്താ ഈ കാണിച്ചേ? കോമരത്തിനെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ പാപമാവുമല്ലോ. അപ്പോൾ പറഞ്ഞു അത്രേ അമ്മയോട്, അമ്മേ, രാജ്യം പരിപാലിക്കണം, വേണ്ട നടപടികൾ എടുക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തടസ്സം പറഞ്ഞാലൊന്നും പറ്റില്ല. ആ തടസ്സത്തിന് തള്ളി മാറ്റാതെ വയ്യ എന്ന് പറഞ്ഞു അദ്ദേഹം. എന്തിനാ ഞാനിത് പറഞ്ഞേ? രാജാക്കന്മാർക്ക് പൂർണ്ണ അധികാരമാണ്. അവരുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ആരും പറ്റില്ല, ഇല്ലതാനും പുറപ്പെടില്ല. അപ്പോൾ ശിക്ഷയൊക്കെ ഉടനടിയാണ്. നമ്മുടെ ഇവിടെ ശിക്ഷ കൊടുക്കണമെങ്കിൽ ഏത് കോടതിയിൽ എവിടെയൊക്കെ പോയി എത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടാണ് ഒരു കൊലപ്പുള്ളിയെ പോലും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്. അതുപോലെയല്ല രാജാക്കന്മാരുടെ. അതിന് അതിൻ്റേതായ കാർക്കശ്യമുണ്ട്. അതെന്താ? ചില രാജാക്കന്മാർക്ക് ഇങ്ങനെ ഇടവും വലവും പ്രജകളെ ശിക്ഷിക്കേണ്ടി വരുന്നു. ദണ്ഡനം പല വിധത്തിൽ, അതിൽ കഴുത്തുവെട്ടൽ വരെയുണ്ട്. അതൊക്കെ ചെയ്തിട്ട് മനസ്സിന് വല്ലാത്ത ഒരു സങ്കടവും വെറുപ്പും വരിക. അങ്ങനെ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് തപസ്സിൽ കഴിഞ്ഞവരുണ്ട്. അതും രാജഭരണത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട ഭാവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.